ഒരാഴ്ച മാത്രമാണ് ഇനി രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ബാക്കിയുള്ളത്. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. കോൺഗ്രസിന് പിന്നാലെ പല പാർട്ടികളും ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുമുണ്ട്. BJP RSS പരിപാടിയായി ചടങ്ങിനെ മാറ്റിയെന്നും സംഘപരിവാർ സംഘടനകൾ ക്ഷേത്രത്തെ ഹൈജാക്ക് ചെയ്തുവെന്നുമാണ് മറ്റു പാർട്ടിയിലെ നേതാക്കന്മാരും പറയുന്നത്. പ്രതിഷ്ഠ നടക്കട്ടെ, പിന്നീട് ക്ഷേത്രം സന്ദർശിക്കാമെന്ന നിലപാടിലാണ് മറ്റു പാർട്ടിക്കാർ എത്തി നിൽക്കുന്നത്. ഏറ്റവും ഒടുവിലായി പിന്മാറിയിരിക്കുന്നത് UP-യിലെ മായാവതിയും BSP പാർട്ടിയുമാണ്. ജനുവരി 22-ാം തീയതി നടക്കുന്ന പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് മായാവതിയെ ക്ഷണിച്ചുവെങ്കിലും ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചതായി വിശ്വ ഹിന്ദു പരിഷത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. മായാവതിയെ കൂടാതെ മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവിനെയും VHP ക്ഷണിച്ചിരിക്കുന്നു. എന്നാൽ പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞത്. കൊറിയർ വഴിയാണ് അഖിലേഷ് യാദവിന് ക്ഷണം അയച്ചുവെന്ന് VHP ഇന്റർനാഷണൽ വർക്കിംഗ് അധ്യക്ഷൻ ലോക് കുമാർ അറിയിച്ചത്. അത് ലഭിച്ചില്ല എങ്കിൽ വീണ്ടും അദ്ദേഹത്തിന് ക്ഷണം അയക്കാമെന്ന നിലപാടിലാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഉള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അധ്യക്ഷന്മാരെ മെത്രാഭിഷേക ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ക്ഷണക്കത്തുകൾ വിതരണം ചെയ്യുന്നതിൽ VHP ആണ് രാം മന്ദിർ ട്രസ്റ്റിനെ സഹായിക്കുന്നത്. ജനുവരി 22-ലെ ചടങ്ങിലേക്ക് പ്രസിഡന്റ് ദ്രൗപദി മുർമു, വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻകർ എന്നിവരെയും ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും അവർ വരില്ല എന്ന് അലോക് കുമാർ അറിയിച്ചു. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും യാത്ര സംബന്ധിച്ച് നിരവധി പ്രോട്ടോക്കോളുകളുണ്ട്. എന്നാൽ രാം മന്ദിർ ട്രസ്റ്റുമായി ചർച്ച നടത്തിയ ശേഷം സൗകര്യപ്രദമായ തീയതിയിൽ ഇരുവരും അയോധ്യയിൽ എത്തുമെന്നാണ് മറ്റു നേതാക്കൾ അറിയിച്ചത്. തന്നെ ക്ഷണിച്ചാൽ അയോധ്യയിലേക്ക് പോകുമെന്ന് അഖിലേഷ് യാദവ് നേരത്തെ അറിയിച്ചതാണ്. എന്നാൽ ക്ഷണം ലഭിക്കാത്ത സാഹചര്യത്തിൽ എന്താണ് പുതിയ നിലപാടെന്ന് അഖിലേഷ് വ്യക്തമാക്കിയിട്ടുമില്ല. ജനുവരി 22-ാം തീയതി അയോധ്യയിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ രാം മന്ദിർ ട്രസ്റ്റിന്റെ പേരിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, സോണിയാഗാന്ധി, അധിർ രഞ്ജൻ ചൗധരി MP എന്നിവർക്ക് ക്ഷണം നേരത്തെ അയച്ചതാണ്. എന്നാൽ BJP-യുടെ രാഷ്ട്രീയ പരിപാടി എന്ന് ആരോപിച്ച് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം തന്നെ ഈ ക്ഷണം നിരസിക്കുകയായിരുന്നു. സമാന വഴിയിലൂടെയാണ് മറ്റു പാർട്ടികളും സഞ്ചരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. പ്രതിഷ്ഠാ ചടങ്ങിനെ RSS-ന്റെയും BJP-യുടെയും പരിപാടി എന്ന് വിശേഷിപ്പിച്ച് തയ്യാറാക്കിയ കത്തിലൂടെയാണ് പാർട്ടി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. അയോധ്യയിലെ രാമക്ഷേത്രത്തെ BJP-യും RSS-ഉം ഒരു രാഷ്ട്രീയ പദ്ധതിയാക്കി മാറ്റിയെന്നും അപൂർണമായ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി നടത്തുന്നതാണെന്നും കോൺഗ്രസ് നടത്തിയ പ്രസ്താവനയിൽ പറയുന്നുമുണ്ട്. എന്തായാലും ട്രസ്റ്റ് തയ്യാറാക്കിയ അതിഥികളുടെ പട്ടികയിൽ വ്യവസായികൾ, ശാസ്ത്രജ്ഞർ, അഭിനേതാക്കൾ, സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരുടെ പേരുകളും ഉൾപ്പെടുന്നുണ്ട്. ദലൈലാമ, ബാബ രാംദേവ്, വ്യവസായികളായ ഗൗതം അദാനി, മുകേഷ് അംബാനി എന്നിവരും കൂടാതെ അമിതാഭ് ബച്ചൻ, രജനികാന്ത്, മാധുരി ദീക്ഷിത് തുടങ്ങിയ പ്രമുഖ കലാകാരന്മാരും ക്ഷണിതാക്കളിൽ ഉൾപ്പെടുന്നുണ്ട്.